ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശിന്റെ കാര്യം പരിങ്ങലിലാണ്. ആദ്യം ഷെയ്ഖ് ഹസീന പോയി, രണ്ടാമത് ഖത്തർ അമീറിന്റെ സഹായത്തോടുകൂടി ഖാലിദ് സിയ അവർ ലണ്ടനിലേക്ക് പോയി, ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, വനിതാ നേതാവ്. മൂന്നാമത് ഒരാൾ കൂടെ പോകാനായിട്ട് അവിടെ തയ്യാറെടുക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മുഹമ്മദ് യൂനിസ് ആണ്. മുഹമ്മദ് യൂനിസിനോട് ഡീപ് സ്റ്റേറ്റ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു, ഫ്രാൻസിലേക്ക് വിട്ടോളാം. കാരണം 20-ാം തീയതി ട്രംപ് വരികയാണ്, അതുകൊണ്ട് ഒന്ന് പതുങ്ങാനാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസിനോട് ഡീപ് സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ബംഗ്ലാദേശി മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാതെ രണ്ടാം വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായിരുന്നു. അപ്പൊ പൊട്ടിപ്പുറപ്പെട്ട ഒരു ഭരണഘടനയൊക്കെ മാറ്റാൻ നോക്കിയിട്ട് ഇയാൾക്ക് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തതാണ്. ഞങ്ങൾ നിങ്ങളെ പ്രസിഡന്റ് ആക്കാം, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മൂന്നാമത് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ കവച്ചു വെച്ചുകൊണ്ട് അവിടെ ഒരു പട്ടാള അട്ടിമറി വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് മുകളിൽ ഉപരോധങ്ങളുടെ പൂരമായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ച് അന്താരാഷ്ട്ര കോടതിയിൽ വിചാരണ ചെയ്ത് ജയിലിലിട്ടാലും മതി. കാരണം അവിടെ ന്യൂനപക്ഷ പീഡനങ്ങൾ നടക്കുന്നത് കൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു സ്പെക്കുലേഷൻ, ഒരു സാധ്യത അങ്ങനെയും അവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. എന്ത് തോന്നുന്നു ബിജുചേട്ടാ, ഈ യൂനിസ് ഫ്രാൻസിലേക്ക് പറക്കാനുള്ള സാധ്യത എങ്ങനെയാണ് തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ട്രംപ് 20-ാം തീയതി വരുന്നതോടുകൂടി ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താകും? മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ? നമ്മുടെ അതെന്ന് നമുക്ക് അതിർത്തിയിൽ നിന്ന് തുടങ്ങാം. കാരണം അതിർത്തിയിൽ ഇന്നിപ്പം അവർ ഉം. ഡെയിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഈ ഡെയിലി സ്റ്റാർ ധാക്ക എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രധാന പത്രമുണ്ട് ബംഗ്ലാദേശ്. അത് അവർ പറഞ്ഞിരിക്കുന്നത് BSFന്റെ വെടിവെപ്പിൽ ഒരു ബംഗ്ലാദേശി പൗരന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ഈ വാർത്ത എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് പക്ഷെ നേരെ മറിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലാണെങ്കിൽ വലിയ വാർത്തയാണ്. ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൽ അതൊരു വലിയ ഉം. വാർത്തയാണ്. കാരണം 4046 കിലോമീറ്റർ നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ബംഗ്ലാദേശ്. അത് മാത്രമല്ല, ഉം. ഈ ബംഗ്ലാദേശികളെ പൊതുവെ അറിയപ്പെടുന്ന ബംഗാളികളെന്നാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ അതെ. ബംഗ്ലാദേശികളെന്നല്ല. ആസാമിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് ബംഗാളികൾ എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഒരു ഒരു വർഗമായിരുന്നല്ലോ, ഒരു 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 ഉം. സമൂഹമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. 1971-ലാണല്ലോ ഇവർ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇവരുടെ പലരുടെയും മരുമക്കളും മക്കളും ഒക്കെ ഈ ബംഗ്ലാദേശ് ആണ്. അതുപോലെ തന്നെ ഈ കന്നുകാലി വളർത്താൻ അങ്ങോട്ട് പോകാറുണ്ട്, അവിടുത്തെ ഏരിയകളിൽ പോകാറുണ്ട്. അതിപ്പോഴും സംഭവിക്കാറുണ്ട്, തിരിച്ച് ഇങ്ങോട്ടും വരാറും ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ മുമ്പ് ഒരു വാർത്ത കൊടുത്തത് ധനുഷ് ഓർക്കുന്നുണ്ടാകും. അവിടെ BSF വരെ തേനീച്ചക്കൂട് അതിർത്തിയിൽ സ്ഥാപിക്കുന്നു, കള്ളന്മാര് വരാതിരിക്കാനായിട്ട്. അതായത് നാട്ടിൻപുറങ്ങളാണ് അവിടെ. അപ്പൊ ഈ അതെ, അതെ. നാട്ടിൻപുറങ്ങള് ഉം. നുഴഞ്ഞു കയറുമ്പോൾ അവരെ കൊല്ലാനും ഒന്നും അല്ല അവർ ഉദ്ദേശിക്കുന്നത്, വിരട്ടി ഓടിക്കുക, തേനീച്ചയുടെ കുത്തേറ്റ് പോവുക എന്നൊക്കെയുള്ള സിസ്റ്റത്തിലാണ്. ഉം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയുടെ ഒരു 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 രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ഇന്നലെ വരെ അപ്പുറവും ഇപ്പുറവും പോയി നിന്ന് കച്ചവടം ചെയ്തവർ, ഇന്നലെ വരെ അപ്പുറവും ഇപ്പുറവും സ്നേഹിച്ചു കഴിഞ്ഞവർ, ഇന്ന് അങ്ങനെയല്ല, ശത്രുതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ പലയിടത്തും നമ്മൾ ഈ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ അതിർത്തിയിൽ കാണുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സമാനമായ ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടില്ല. കാരണം ബംഗ്ലാദേശ് രൂപീകരിച്ചത് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ്. അന്ന് ത്രിപുരയിലെ ജനം ഉൾപ്പെടെ കട്ടയ്ക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഇവർക്ക് ഈ വിധ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. അതുകൊണ്ടാണ് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ പറഞ്ഞത്, ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ മറക്കരുത്, ആ വീര്യം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വളരെ എന്താ പറയുന്നത്, വളരെ മോശമായ രീതിയിലേക്ക് ഇരു രാജ്യങ്ങളുടെ അതിർത്തികൾ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ബംഗ്ലാദേശിന്റെ ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ സംബന്ധിച്ച് അവരുടെ രക്ഷകർ തന്നെ ഇന്ത്യയാണ്. ഇന്ത്യയാണ് അവർക്കുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ അതിപ്പോ മ്യാൻമാറിന്റെ ആയാലും മറ്റു ബോർഡറിലുള്ള ഈ ഫോഴ്സിന് ശരിക്കും പറഞ്ഞ ഇന്ത്യയാണ് ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ഈ കള്ളക്കടത്തുകാരെ, കന്നുകാലികളെ കള്ളക്കടത്ത് ചെയ്തവരെ പിടിക്കുന്നതായാലും കള്ളന്മാരെ പിടിക്കുന്നത്. ഇന്ത്യ എത്രയോ വട്ടം ഇന്ത്യയുടെ BSF ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്നു പോയിട്ടുണ്ട്. കടന്നു പോയിട്ട് ഈ കള്ളന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, അത് എനിക്ക് തോന്നുന്നത് ധനുഷ് തന്നെ ചെയ്തൊരു വാർത്തയാണ്, അതിനകത്ത് ധനുഷ് കൊടുത്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ 1-2 തവണ ഉം. റിപ്പീറ്റ് ചെയ്തത് കാണുകയുണ്ടായി. അതായത് ഈ ഒരു നാട്ടുകാരും ബംഗ്ലാദേശിന്റെ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തർക്കം. ആ തർക്കത്തിനിടയിൽ ഞാനത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു കാരണമുണ്ട്. കാരണം ഒരു ഇന്ത്യയുടെ ഒരു ഉം. BSFന്റെ ജവാനാണ് ഈ ആളുകളെ തടയുന്നത്. ബംഗ്ലാദേശിന്റെ 2 ജവാന്മാര് അവിടെ നിൽക്കുന്നു. അതിൽ ആ 2 ജവാന്മാരെ ഈ നാട്ടുകാർ പിടിച്ച് തള്ളുമ്പോൾ ഈ ബംഗ്ലാദേശിന്റെ ജവാൻ ദയനീയമായിട്ട് ഇന്ത്യൻ പട്ടാളക്കാരനോടാണ് പറയുന്നത്, കണ്ടില്ലേ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു കാഴ്ച. അതെ. സത്യത്തിൽ നമുക്കത് കാണുമ്പോൾ
അതായത് ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു അടുപ്പം ഉണ്ടായിരുന്നവർ രണ്ടായി മാറുകയും അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ എന്നാൽ നമ്മൾ നേരെ മറിച്ച് ഇതേപോലത്തെ ഒരു വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ട് 2020 ഇന്ത്യയും ചൈനയുടെ പട്ടാളക്കാർ അതിർത്തിയിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് നിന്ന് ഇടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഇന്നലെ ബംഗ്ലാദേശിന്റെ ആ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആ ഒരു സൈനികൻ വളരെ ദയനീയമായിട്ട് ഇന്ത്യൻ പട്ടാളക്കാരനോട് പറയുന്നുണ്ട്, കണ്ടില്ല അവരെന്നെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്. അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത് മാറുന്നു. മാറിയതിനു ശേഷം ജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാളിന്റെ ഈ അതിർത്തിയിലുള്ള ജനങ്ങൾ അത് ഏറ്റെടുക്കും. ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നത് അതെ അതിന് ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഈ അതിർത്തി കിടന്നുള്ള കള്ളക്കടത്ത് വളരെ ശക്തമായ ഇടങ്ങളാണ് ഈ ബംഗ്ലാദേശിന്റെ അതിർത്തികൾ എന്ന് പറയുന്നത്. ഈ കള്ളക്കടത്ത് പല മദ്യ കള്ളക്കടത്ത് തൊട്ട് പിന്നെ ഇത് എന്താ മയക്കുമരുന്നിന്റെ കള്ളക്കടത്ത് ഉൾപ്പെടെ ഒരുപാട് അനവധി കള്ളക്കടത്തുകൾ നടക്കുന്ന ഒരു ഏരിയയാണ്. മിക്കവാറും ഈ അവിടുത്തെ സംഘർഷങ്ങൾ കൂടുതലും നടന്നുകൊണ്ടിരുന്നത് ഈ കള്ളക്കടത്തുകാരുടെ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കാരണം ഈ ഗ്രാമവാസികളുമായി ബന്ധപ്പെടാതെ ഈ കള്ളക്കടത്തുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാമം കടക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഗ്യാങ് വാറുകളായിരുന്നു മുമ്പ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ ഗ്യാങ് വാറുകൾ മാറി അത് രണ്ട് രാജ്യങ്ങളുടെ വാറുകളായി മാറുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാഴ്ച. ശരിക്കും അവിടെ നടക്കുന്ന ഗ്യാങ് വാറുകൾ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ്. ഇതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എടുക്കുന്ന നിലപാട് വളരെ ശ്ലാഘനീയമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മുടെ BSF ജവാന്മാരുടെ സ്ഥാനത്ത് ഏതെങ്കിലും പാകിസ്ഥാന്റെയോ ഇല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെയോ ഒക്കെ അത്രയും പവറോടുകൂടി ഒരു സൈന്യമായിരുന്നെങ്കിൽ എപ്പോഴേ ബംഗ്ലാദേശിനെ കയറി അടിക്കാനായിരുന്നു ജനങ്ങളോട് പറയുന്നത്. പക്ഷെ നമ്മുടെ ജനങ്ങളെ ആ പട്ടാളക്കാരൻ ഓടിച്ചു വിടുന്നുണ്ട്. BSF വളരെ ആത്മസംയമനം പാലിച്ചിട്ട് കൊണ്ടാണ് ജനങ്ങളോട് അകന്നു പോകാൻ പറയുന്നത്. അവിടെ BJP തന്നെ ലോങ് മാർച്ചുകൾ അസാമിലും ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ആഹ്വാനം ചെയ്യുകയും ആ മാർച്ചിനെ തടയുകയും ചെയ്തിരുന്നു. 20 മണിക്കൂറാണ് ആസാമിൽ ലോങ് മാർച്ച് നടത്തിയ BJPക്കാർ അവിടെ തന്നെ നിന്നത്. അതിർത്തി കടക്കണം, ഞങ്ങൾ അതിർത്തി കടന്ന് അപ്പുറത്ത് പോകും എന്ന് പറഞ്ഞിട്ട്. ഇതിനെല്ലാം തടുത്തു നിർത്തി അങ്ങനെ ആത്മസംയമനത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. ഇത് ബംഗ്ലാദേശും കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കണം ഇന്ത്യൻ പട്ടാളം, നമ്മുടെ ഒരു ലോജിക്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റും. ഇന്ത്യൻ പട്ടാളം ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് പ്രകോപനങ്ങൾ ഉണ്ടായിട്ട് ഒരു ഇഞ്ച് നീങ്ങുന്നില്ല. അരക്കൻ ആർമിയുടെ വിഷയം പോലും നമ്മൾ ഇടപെടുന്നില്ല. ഹിന്ദുക്കൾക്ക് എതിരെ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നു. നമ്മുടെ വിക്രം മിശ്രിയെ പോലുള്ള നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പോകുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കണക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നരേന്ദ്രമോദി കണക്ക് ഒരു സ്ട്രോങ് ലീഡറുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കോ ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസ്താവനകളോ ഒന്നും നാം ഇത് കാണുന്നില്ല. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ബംഗ്ലാദേശിന്റെ ഭരണം ട്രംപ് വരുന്നതോടുകൂടി ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ക്ലിയർ ആയിട്ട് ഇത് പോകുന്ന ഒരു കാര്യം തന്നെ. അത് വളരെ കൗതുകം ജനിപ്പിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവാമി ലീഗിന്റെ നേതാവാണ് നമ്മുടെ ഷേഖ് ഹസീന. ആ ഷേഖ് ഹസീന അവിടുന്ന് ചാടുന്നു. രണ്ടാമത് ഇന്നലെ ധനുഷ് റിപ്പോർട്ട് ചെയ്ത വാർത്തയിലെ നേതാവ് കാളിദാസ് അവര് BNPയുടെ അതായത് ഗാലക്സിയ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവാണ്. അവരെ നിയന്ത്രിക്കുന്ന ഖത്തറാണ്. ഖത്തറിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് അവരുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ധനുഷ് തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് ഡീപ് സ്റ്റേറ്റ് പറഞ്ഞിട്ട് നമ്മുടെ യൂനസ് മുങ്ങാൻ പോകുന്നു ഫ്രാൻസിലേക്ക്. അപ്പൊ ഈ നേതാക്കന്മാരെ എല്ലാം ഓരോരോ രാജ്യക്കാരാണ് സ്പോൺസർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഓരോ രാജ്യക്കാരാണ് തീരുമാനിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് വരുന്നതോടുകൂടി ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യ ഇപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ ബംഗ്ലാദേശിനെതിരെ എടുത്തിട്ടില്ല. കാരണം ഇന്ത്യക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യ വിചാരിച്ചാൽ ഒരു നിമിഷ നേരം കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ബംഗ്ലാദേശിൽ. ഇപ്പൊ ഈ അതിർത്തി പ്രശ്നങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ബംഗ്ലാദേശിലെ മറ്റു വിഷയങ്ങളുടെ കാര്യമല്ല. അപ്പോൾ നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ ഒരുപക്ഷെ വീണ്ടും ഷേഖ് ഹസീന അവിടെ മടങ്ങി വന്നുകൂടായികയില്ല. യൂനസ് എന്തായാലും നോബൽ ജേതാവൊക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉടനെ ഒന്നും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടാനുള്ള സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. അതിനു മുമ്പ് തന്നെ യൂനസ് പൊടിയും തട്ടിപ്പിടിച്ച് എങ്ങോട്ടെങ്കിലും പോയി. ഇടയ്ക്ക് പുള്ളി പോയിരുന്നു ഈ അമേരിക്കയിലടക്കം US തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോയിരുന്നു. അന്ന് അവിടുത്തെ മാധ്യമങ്ങൾ എഴുതിയത് യൂനസ് മുങ്ങി എന്നാണ്. അന്ന് എഴുതിയിരുന്നു യൂനസ് മുങ്ങിയതാണ്, ഇനി തിരിച്ചു വരില്ല എന്നാണ് അന്നത്തെ മാധ്യമങ്ങൾ എഴുതിയത്. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ആ നടുക്കുന്ന സത്യം അദ്ദേഹം അറിയുന്നത്, ട്രംപാണ് അധികാരത്തിൽ വന്നതെന്നുള്ളത്. അന്ന് ട്രംപിനെ കാണണം, മോദിയെ കാണണം, ഞാൻ മോദിയെ കാണും ബ്രിട്ടനിൽ ന്യൂയോർക്കിൽ നിന്ന് നരേന്ദ്രമോദി വരുന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദി കാണുമെന്നൊക്കെ യൂനസ് പറഞ്ഞൊന്നും സംഭവിച്ചൊന്നുമില്ല. അപ്പം അടുത്തത് പോകും, അധികം വൈകില്ല. എനിക്ക് തോന്നുന്നത് അധികം ദിവസം വൈകാതെ തന്നെ യൂനസ് സ്ഥലം കാലിയാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം യൂനസിനെ സംബന്ധിച്ച് കെട്ടുപൊട്ടിയ പട്ടമാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ബേസ് ഇല്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല.
അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവല്ല. ചുമ്മാതെ പോയ ഒരു വഴിയെ കൂടെ പോയ ഒരാളെ പിടിച്ചിട്ട് നിങ്ങൾ ഇരുത്തുക. കാരണം ഇപ്പൊ എല്ലാരും കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന് വേറെ ഒന്നുമില്ല. ഇപ്പൊ ഷേഖ് ഹസീനയ്ക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അവർക്ക് കുറെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ പോയ നേതാവിനും അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, അവർക്കൊരു സ്ട്രോങ് പാർട്ടി ഉണ്ട്, BNP എന്ന് പറയുന്ന പാർട്ടി. സത്യത്തിൽ ഈ യൂനസ് ഏത് പാർട്ടിയാ ഉള്ളത്? ഒരു പാർട്ടി ഇല്ല. ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കോ? അതെ. ഇല്ല. അവരുടെ അമീറൊന്നും അല്ല ഈ പറയുന്ന യൂനസ്. ഇവിടെ പിന്നെ യൂനസ് കുഴപ്പമില്ല, നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ആളല്ല, എല്ലാവർക്കും കുറച്ചു പേർക്ക് ലോകത്തിന് പരിചയമുണ്ടല്ലോ എന്ന് കരുതി ഇരുത്തിയ ആളാ. അപ്പൊ അദ്ദേഹം ജീവനും കൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഞങ്ങൾ പാസ്പോർട്ട് റദ്ദ് ചെയ്തു, അതുകൊണ്ട് ഇന്ത്യയും പിന്നെ ഷേഖ് റദ്ദ് ഹസീനയുടെ ചെയ്യണം. പാസ്പോർട്ട് റദ്ദ് ചെയ്യണം. ഇന്ത്യ മറുപടി ഒന്നും അതിന് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഏതായാലും ഇന്ത്യയെ കണക്ക് ഒരു രാജ്യം അവർക്ക് വീണ്ടും ഇവിടെ താമസിക്കാനുള്ള അനുമതി കൊടുക്കുന്നു. ഷേഖ് ഹസീനെ പബ്ലിക് മീറ്റിംഗിൽ സംസാരിക്കാൻ അനുവദിച്ചു ഇന്ത്യ. അതായത് ഒരു അതെ അതെ. മാസം മുമ്പ് ഷേഖ് ഹസീന ലോകത്തോ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു, അതും ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ്. വെർച്വൽ റാലിയിലാണ് അവർ സംസാരിച്ചത്. അതിന് സംസാരിക്കും. ഇത്രയും ഫ്രീ ആയിട്ട് ഷേഖ് ഹസീനെ കണക്കൊരു നേതാവിനെ ഇന്ത്യ കയറൂരി വിടണമെങ്കിൽ ഇന്ത്യക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശ് അടിക്കടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞ ഷേഖ് ഹസീനെ ഞങ്ങൾ വിടുന്നില്ല. പകരം ഷേഖ് ഹസീനയ്ക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ടാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത്. അവരുടെ വിസ കാലാവധി നീട്ടിക്കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഈ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ അവരുടെ ആശയങ്ങൾ പറയുവാനുള്ള ഒരു വേദി കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ട്രംപ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സംഭവങ്ങൾ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പ്രശ്നം, ഈ വിഷയങ്ങളിലൊന്നും ചൈന ഇടപെടാൻ യാതൊരു സാധ്യതകളുമില്ല. കാരണം ചൈന ഭയന്നിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. കാരണം ട്രംപ് കയറി കഴിയുമ്പോൾ 100% നികുതി ചുമത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക്. അമേരിക്ക ഫസ്റ്റ് എന്നായിരുന്നല്ലോ ഇവരുടെ മുദ്രാവാക്യം. അതുകൊണ്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അവിടെ ചരക്കിറക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ 100 അടിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ചൈനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിവള്ളി എന്നുള്ളത് ഇന്ത്യയാണ്. അത് മോദി നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. കാരണം അമേരിക്ക എങ്ങാണ്ട് 100% ടാക്സ് ആക്കി കഴിഞ്ഞാല് ഇന്ത്യയിലും വലിയ ടാക്സ് തന്നെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വെക്കുന്നത്. അതിൽ നിന്ന് ഒരു കുറച്ച് ടാക്സ് അതെ എങ്കിലും അതെ. കുറച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു പിടിവള്ളിയായി ഇന്ത്യ മാറും. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ ട്രംപ് ഇടപെട്ടാലും മോദി ഇടപെട്ടാലും ചൈനയെ പോലൊരു രാജ്യം കമാന്നൊരക്ഷരം മിണ്ടില്ല എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതെ. ലോകത്തിന്റെ ക്രമം മാറുകയാണ്, ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ തീരുമാനമാകുകയാണ്. അല്ലാതെ അവിടെ ഒരു വിസ്മയത്തിനോ ഇല്ലെങ്കിൽ മറ്റൊന്നിനോ ഒരു സ്കോപ്പുമില്ല. ഇപ്പൊ നമ്മുടെ ഏഷ്യയാണ് ലോകത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. ഏഷ്യയിലാണ് ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പൊളിറ്റിക്കലി ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ശക്തി കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2024 ഡേറ്റാസ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് മുൻ വർഷങ്ങളിൽ നടന്നതിനേക്കാളും വളരെയധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നില്ല, എല്ലാ രാജ്യത്തും സ്വന്തം രാജ്യം നശിച്ചു കാണണമെന്ന് ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. അത് നമ്മുടെ നാട്ടിലുമുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറയുന്നു, സ്വപ്നം കാണുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ നമുക്ക് അതെ. പറയാം, അത്രേ ഉള്ളൂ നമ്മുടെ സ്വപ്നങ്ങൾ. എന്തായാലും ട്രംപ് 20-ാം തീയതി അധികാരത്തിൽ ഏറുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് യൂനിസ് ആണ്. ആ യൂനിസിനോടാണ് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിന്റെ പതനം അതോടുകൂടി സംഭവിക്കും എന്ന് നമുക്ക് കരുതാം. താങ്ക് യു ബിജോ. താങ്ക് യു സോ മച്ച്.